എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് അഥവാ പഴയ ചവറ പത്തനംതിട്ട റോഡിൻ്റെ ഈ കാണുന്ന റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി സംസാരിക്കാനാണ് വന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ റോഡ് നിർമ്മാണത്തിലിരിക്കുമായിരുന്നു. ഇപ്പോഴും നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അവിടെ ഇവിടെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പണ്ട് ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന വൈറ്റ് ലൈനിൻ്റെ കുറച്ച് ഭാഗം കൂടെ ഉള്ളായിരുന്നു. അതായത് വളരെ നാരോ ആയിരുന്നു. രണ്ട് ബസ്സൊന്നും ഒരേപോലെ അങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഒരു സ്റ്റേറ്റ് ഹൈവേ ലെവലിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. സൈഡ് 2 ഇൻ്റർലോക്ക് നടപ്പാതകൾ വന്നിട്ടുണ്ട്, റെയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ റോഡിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറി മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആ കാണുന്ന കൈപ്പട്ടൂർ മുതൽ ഏഴംകുളം വരെ പോകുന്ന കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക. കൈപ്പട്ടൂർ മുതൽ ഏഴംകുളം വരെ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവിടുത്തെ കുറച്ച് നാട്ടുകാരെ കണ്ടായിരുന്നു. അവരോട് ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും പഴയ അവസ്ഥയും പിന്നെ ഈ റോഡിൽ വന്നേക്കുന്ന മാറ്റങ്ങളും പിന്നെ അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിഞ്ഞായിരുന്നു. ചേട്ടന് അഭിപ്രായം എന്ത്? പണ്ടത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയാണ്? നല്ല അവസ്ഥയാണ്. ഇതിൻ്റെ അന്ന് റോഡ് പണി തുടങ്ങുന്ന സമയത്ത് വിചാരിച്ചോ ഈ ഒരു ലെവലിലോട്ടാവും? വിചാരിച്ചില്ല. ഈ സൈഡൊക്കെ ഇങ്ങനെ വരുമെന്ന് ഉദ്ദേശിച്ചില്ല. ഒറ്റയുണ്ടോ? ബസ്സിലൊക്കെ യാത്ര ചെയ്ത് നോക്കിയോ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പഴയതിനെക്കാട്ടി നല്ല വണ്ടിയൊക്കെ അടിച്ച് വിട്ടങ്ങ് പോവുകയോ നമ്മൾ ഒഴിഞ്ഞില്ലേ നമ്മൾ തട്ടി വെച്ച് പോകും. എത്ര സ്പീഡായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഇവിടുന്നില്ല ഇല്ല അവിടെ വരെ ഒറ്റ നോട്ടത്തിൽ നോട്ടം കിട്ടും. മറ്റേ അങ്ങനെ കിട്ടത്തില്ല. ഇവിടെ വരെ കിട്ടും. മറ്റേ മുമ്പുള്ള അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ അപ്രശ്നം വരെ നമുക്ക് ഒരു നോക്കിയാൽ കാണാം. വണ്ടിക്കാർക്കും കാണാം. മറ്റേ അങ്ങനെ കിട്ടത്തില്ല. നല്ലൊരു കാര്യമാണ് ചെയ്യാന്ന്. നല്ല കാര്യം. എത്ര കൊല്ലമുണ്ട് ഈ റോഡൊക്കെ അറിയാം? എനിക്ക് 10-60 കൊല്ലം കൊണ്ട് അറിയാം. പണ്ട് എങ്ങനെയായിരുന്നത്? അതായത് ഇതിന് മുമ്പുള്ള റോഡിന് മുമ്പ് അതിലെന്താ ഒരു റോഡായിട്ട് ഇങ്ങനെ ഒരു ആകൃതിയേ ഉള്ളൂ. വരമ്പ് പോലെ വരമ്പ് കൂടെ പോകണം. ഞങ്ങളുടെ വീട്ടിൽ അവിടെ ഇത്ര ഒരു വരമ്പേ കൂടെ പോകുന്നത്. അന്ന് ഇതിലെ കാറും വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് വണ്ടിയൊക്കെ കുറവാണ്. പോകുന്നതുകൊണ്ട് ഒരു ചെറിയ വഴിയുണ്ട് എന്നുള്ളത്. വണ്ടി കുറവാണ്. അന്ന് ഈ വണ്ടികളൊന്നും അല്ല ഇതൊക്കെ പറഞ്ഞാൽ സൈഡ് ബോഡിയൊന്നും ഇല്ലാത്ത വണ്ടികളൊക്കെയാണ്. ആ കാലത്തൊക്കെ ആ വണ്ടികളൊക്കെയാണ് പോകുന്നത്. ഇവിടെ പുതിയ മോഡൽ മൊത്തം ഗ്ലാസിട്ട് പോകുന്നത്. ഇവിടെ ഇനി KSRTC സർവീസ് വേണമെന്നൊരു ആഗ്രഹമുണ്ടോ? ആഗ്രഹം കിട്ടിയാൽ നല്ലതായിരുന്നു. പ്രൈവറ്റ് മടുത്തിട്ടാണോ അതോ? അതല്ല, അതും ഇടയ്ക്ക് വന്നിട്ട് കിടക്കട്ടെ. അതും കിടക്കട്ടെ. ഇതിലെ ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഉണ്ടായിരുന്നു, കോവിഡിന് മുമ്പ്. ഉണ്ടായിരുന്നു, കോവിഡിന് മുൻപ് ഉണ്ടായിരുന്നു. പിന്നെ അതൊരു പത്തനംതിട്ട മലയാളപ്പുഴ ഇങ്ങനെ 1-2 വണ്ടി ഉണ്ടായിരുന്നു. അതെന്തോ അങ്ങ് നിർത്തി. ലാഭമില്ലാത്തോണ്ടായിരിക്കണം. കരിയൊക്കെ ആള് കുറവാണ്. ഈ റൂട്ട് ആള് കുറവാണ്. പൊതുവെയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ പണ്ടതിനെക്കാട്ടി ഒരുപാട് ഭേദമായി. ഒരുപാട് ഭേദമായി. നമ്മുടെ ആ തട്ട റോഡ് ഉണ്ടല്ലോ, സ്വാമിയപ്പൻ റോഡ്, അതും ഇതും എങ്ങനെയുണ്ട്? തമ്മി ഏതാ ഭേദം ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട്? നല്ലതായിട്ട് കൊടുന്നത് അത് ഏതാ ഇപ്പം? ഇപ്പൊ പണി വന്നപ്പോ ഇതാ മെച്ചം. നമ്മുടെ ഈ ജില്ലയിലെ തന്നെ ഒരു നല്ല റോഡായിട്ട് ഇതാ തോന്നുന്നു. മറ്റേ നല്ല വഴിയായിരുന്നു. അത് വഴി അതിൽ എളുപ്പം പിന്നെ ഇതുവഴി പോവാം. അപ്പൊ കറക്കിങ്ങനെ വരണം. അല്ലെങ്കിൽ നേരെ അങ്ങ് എന്നകത്ത് കൊല്ലത്തിന് പോവാം. കൊട്ടാരക്കരയ്ക്ക് എല്ലാം ചാടാം. പണ്ടത്തെ അത്രയും സമയം എടുക്കുന്നില്ല. എല്ലാം കൊണ്ടും കുഴിയായിരുന്നു. എല്ലാം കൊണ്ടും കണ്ടീഷൻ. അപ്പൊ മൊത്തത്തിൽ എല്ലാരും നാട്ടുകാരെല്ലാം സന്തോഷം. നീ വാഹനത്തിന്റെ സ്പീഡൊക്കെ ഒന്ന് കുറച്ചാൽ മതി. ഇല്ലേ, വാഹനത്തിന് ഭയങ്കര സ്പീഡാ. അതൊന്ന് കുറച്ചാൽ മതി. എനിക്ക് പറഞ്ഞില്ല ആ വഴി അപകടം ഉണ്ടാകുന്ന സ്ഥലം.
വളവ് ഇവിടെ പിന്നെ വലുതായിട്ടുള്ള അപകടമൊന്നും വന്നില്ല. വണ്ടി കുറവ്. വണ്ടി കുറവാണെങ്കിലും അപകടം ഇവിടെ വരുന്നില്ല. ഇവിടെ എപ്പോഴും വണ്ടി അങ്ങോട്ടും അപ്പൊ ഇനി എന്തെങ്കിലും ഇതിനകത്ത് ചേർക്കണമെന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഈ റോഡിൽ? ഇപ്പം എന്തോ ചേർക്കാൻ എല്ലാം ആയി, എല്ലാം ആയി, തൃപ്തിയായെന്ന് അർത്ഥമല്ലേ? പിന്നെ ഈ വെയിറ്റിംഗ് ഷെഡ് നേരത്തെ മാറ്റണമെന്നുണ്ടായിരുന്നു. ഈ വെയിറ്റിംഗ് ഷെഡ് പിന്നെ എല്ലാവരും കൂടെ കൂടി പൊതുജനങ്ങളും പട്ടിക്കാരും അവിടെ കൂടി അങ്ങനെ നിർത്തിയിരിക്കുക. അദ്ദേഹം ഈ റോഡ് പണിക്ക് ഇത് മാറ്റണമെന്നായിരുന്നു. അങ്ങനെ വന്നതുകൊണ്ട് ഇത് നിർത്തിയിരിക്കുക. അതുകൊണ്ടിപ്പം സാധാരണ ഇവിടെ ഒരു വലിയ ഷെഡ് അത്യാവശ്യം അത് വന്നാൽ കയറിയിരിക്കുകയും ഞങ്ങളെ പോലുള്ളവർക്ക് കയറിയിരിക്കുകയും ഒക്കെ ചെയ്യാം. എല്ലാവർക്കും ഇരുന്ന് വർത്താനമൊക്കെ പറയാം. ഇതുപോലെ വെയിറ്റിംഗ് ഇപ്പോൾ ഈ അടുത്തിടൊന്നും ഇല്ല. ഇല്ല, എടുക്കണമെന്നൊക്കെ ആയിരുന്നു. ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല സ്കൂൾ പിള്ളേർക്ക് ഇവിടെ വന്ന് എല്ലാത്തിനും സൗകര്യം. അതുകൊണ്ട് ഇതൊരു നല്ല കാര്യമാണ്. പിന്നെ വേറെ കാര്യം ഇത്ര നിൽക്കുന്നത് കൊണ്ട് ഇവിടുന്ന് വരുന്നതിന് മറവ് പോലുണ്ട് വണ്ടികൾ. രണ്ട് കൂട്ടർക്ക് ഇവിടുന്ന് ബസ് കയറാം, ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. മഴയും വെയിലും ഒന്നും അധികം കൊള്ളത്തില്ല. എവിടെ വേണേലും പത്തനംതിട്ടയ്ക്കോ അടുത്തോ ഇടമളത്തിനോ എവിടെ വേണേലും എല്ലാത്തിനും അപകടം നിൽക്കാനൊക്കെ സൗകര്യം. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. സന്തോഷമാണ് അല്ലേ? അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ വീഡിയോ. അതെ, അഭിപ്രായം നല്ല അഭിപ്രായം, നല്ല കാര്യങ്ങളാണ്. 50 വർഷം കൊണ്ട് അറിയും. ഒരുമിച്ച് പഠിച്ചല്ലോ? പഠിച്ചതല്ല, നാട്ടുകാർ അയൽവക്കക്കാര് അത്രേ ഉള്ളൂ. അതൊരു 50 വർഷത്തോളമായി അങ്ങോട്ട് കൂടി. ഇതുപോലെ പുള്ളിക്കാരനും വീട്ടിലായിരുന്നു. പുള്ളിക്കാരൻ വന്നപ്പോൾ എന്നെയും വന്ന് കണ്ടു. ഞങ്ങൾ ഇരുന്ന് 1 മണിക്കൂർ കാര്യമൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പരിചയമല്ലേ? അങ്ങനെയുള്ള പരിചയമാണ്, അല്ലാതെ മറ്റു കാര്യമൊന്നുമില്ല. അത് മതി, അതല്ലേ പരിചയം. ആശ്രമത്തിൽ പോകുന്ന ആളാ. ആശ്രമത്തിൽ അപ്പൊ പോയാൽ ചിലപ്പോൾ 1 മാസം 2 മാസം കഴിഞ്ഞേ പോരും. അപ്പൊ അവിടെ ആയിരുന്നു. അപ്പൊ വന്നപ്പോൾ ഇന്ന് വന്നു, എന്നെ തിരക്ക് വന്നു. ഞാനന്നേരം ഇവിടെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ തമ്മിൽ കാര്യം പറയും. അങ്ങനെ ആ കൂട്ടം. ശരി, സന്തോഷം. അപ്പോൾ കൈപ്പട്ടൂർ മുതൽ ഏഴംകുളം വരെയുള്ള റോഡ് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ആൾക്കാരുടെ ഇടയിൽ പൊതുവേ ഒരു പരാതിയുണ്ട്, വണ്ടികളെല്ലാം വളരെ സ്പീഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഭാഗത്തു നിന്നും ഇൻ കേസ് പത്തനംതിട്ട അല്ലെങ്കിൽ ഏഴംകുളം ആ ഭാഗത്തുള്ളവരാണെങ്കിലും അതിന് വെളിയിൽ നിന്ന് വരുന്നവരാണെങ്കിലും വാഹനം പതുക്കെ ഓടിക്കുക. കാരണം അപകടം പറ്റിക്കഴിഞ്ഞാൽ 2 കൂട്ടർക്കും, ഇടിക്കുന്ന ആൾക്കും ഇടി കൊള്ളുന്ന ആൾക്കും ഒരുപോലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും പതുക്കെ വാഹനം ശ്രദ്ധിച്ച് ഓടിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. എൻ്റെ ഇതുപോലുള്ള കണ്ടന്റ് ഇനി ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.